നമസ്കാരം. ഗാനസാധന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു ഭാഗം, നമ്മൾ സംഗീതം പഠിക്കുമ്പോഴേക്കും സരളിവരിശയാണല്ലോ നമ്മൾ ആദ്യം പഠിക്കുന്നത്. സരി 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 ഗമ സരി ഗമ പദനി സാനി 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 ദാപ. ഇത് ഈ ഒരു ഭാഗം. ഇത് കഴിഞ്ഞ് നമ്മൾ സരിക അങ്ങനെ അടുത്ത് പഠിച്ചു. പക്ഷേ നമ്മളന്നേരം താളം 1 2 3 ഇങ്ങനെ താളവും ആദ്യാളം നമ്മളിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ സാധനത്തിന് ഈ ഒരു പാഠഭാഗത്തിന് നമ്മൾ പല താളത്തിൻ്റെ അല്ലെങ്കിൽ പല വേഗതയിൽ പാടി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് പഠിക്കുമ്പം തന്നെ നമുക്ക് അങ്ങനെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പല സ്പീഡിൽ പാടാനും അതിൻ്റെ താളജ്ഞാനം നമുക്ക് നന്നായിട്ടുണ്ടാകാനും കിട്ടും. അപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിക്കുക എങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുന്നതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ സംഗതികൾ പെട്ടെന്ന് നമുക്ക് പാടാനുള്ളൊരു കപ്പാസിറ്റി നമുക്ക് കിട്ടും. അതുകൊണ്ടാണ്. പക്ഷേ അത് നമ്മളിങ്ങനെ ഈ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മുന്നോട്ട് വലിയ കീർത്തനങ്ങളൊക്കെ പഠിക്കുമ്പോഴത്തേക്കും അപ്പോൾ അതിന് തന്നെ ഇപ്പം ഇങ്ങനെയുള്ള ഒരു സംഗതികളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അന്നേരം അവിടെ കിടന്ന് നമുക്ക് ബുദ്ധിമുട്ടാൻ ഇടവരരുത്. അപ്പം നമ്മുടെ നാക്കൊക്കെ നന്നായിട്ട് വഴങ്ങാനും ആ സ്വരം നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ഇത് ഒന്നാമെന്ന് വെച്ചാൽ നമുക്ക് താളജ്ഞാനം നമുക്ക് നന്നായിട്ട് താളം കറക്റ്റാണ് നന്നായിട്ട് പറയും. എന്ത് സ്പീഡിൽ ഒരു താളം തന്നെ ഇങ്ങനെ ഇട്ടുമ്പോഴത്തേക്കും പല സ്പീഡുകളിൽ അത് പാടും. 1 കാലം 2 കാലം 3 കാലം 4 കാലം ഈ ഒരൊറ്റ തലത്തിൽ തന്നെ ഒരേ ഒരു സംഗതി തന്നെ. അപ്പോൾ അങ്ങനെയുള്ളൊരു കഴിവൊക്കെ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് മനോരമ സ്വരമൊക്കെ പാടാൻ പറ്റുമ്പം അതിനൊക്കെ ഇത് നല്ലോണം സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാക്ടീസ് പഠിക്കുവാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന്. നമുക്ക് സരി 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 ഗമ ഇതല്ലേ, സരി 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 ഗമ ഇതല്ലേ നമ്മൾ പാടണേ. അതിന് നമുക്ക് ഇതിന് വേറൊരു ഇത് തന്നെ സരി 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 ഗമ കണ്ടോ, സരി 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 ഗമ സരി ഗമ പദനിസ. അത് എന്നിട്ട് നമുക്ക് ആ നോർമൽ സ്പീഡ് അങ്ങ് വിടാം. സരി 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 ഗമ സരി ഗമ പദനിസ. ഓക്കെ. സാനി 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 ദാപ്പ എന്ന് പറഞ്ഞാൽ സാനി 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 ദാപ്പ. അത് തന്നെ സാനി 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 ദാപ്പ സാനി ദാപ്പ മഗരീസ. അതെ അങ്ങനെ സരി 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 ഗമ സരി ഗമ പാദനിസ. അങ്ങനെ നമുക്ക് ആരോണം പാടാം കേട്ടോ. സരി ഗമ പാദനിസ സാനി 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 ദാപ്പ സാനി ദാപ്പ മഗരീസ. അപ്പോൾ താളത്തിന് ഒരു മാറ്റം വരുന്നില്ല. താള ആ ഒരു ലെവലിൽ തന്നെ താളം പോയിക്കൊണ്ടിരിക്കും. സ്വരങ്ങളുടെ സ്പീഡുകൾ വ്യത്യാസമുണ്ട്. സരി 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 ഗമ സരി ഗമ പദനിസ സാനി 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 ദാപ്പ സാനി ദാപ്പ മഗരീസ. സരി 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 ഗമ സരി ഗമ പദനിസ സാനി 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 ദാപ്പ സാനി ദാപ്പ മഗരീസ. അവിടെ നമ്മൾ പതിക്കാൻ മാറ്റി സാനിദാപ മഗരീസ സാനിദാപ മഗരീസ. അതിന് പകരം സാനിദാപ മഗരീസ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്വരം പാടിക്കൊണ്ടിരിക്കുമ്പോൾ പല സ്പീഡ് 1 2 3 അങ്ങനെ ഇങ്ങനെയുള്ള ആ സ്പീഡുകളൊക്കെ നമുക്ക് ആ ഒരു താളത്തിൽ തന്നെ സരി ഗമ പ മഗരി സരി ഗമ പ ദപ മഗമ പ പദനി സ നി ദപ മപദപ മഗമ പ മഗരി സ രി സ. കണ്ടോ. അപ്പോൾ ഈ ഒരു താളം ഇടുമ്പോൾ തന്നെ നമ്മൾ പല സ്പീഡ് നമുക്ക് അങ്ങനെ പാടാൻ നമുക്ക് കിട്ടും, സഹായിക്കും.
ഇനി നമുക്ക് അപ്പോൾ നിങ്ങളെന്ന് വെച്ചാൽ അത് ഈ സല്ലി വരച്ചാൽ ഓരോ ഭാഗവും ഇതുപോലെ നിങ്ങൾ പതുക്കെ ഒന്ന് പെട്ടെന്ന് കിട്ടത്തില്ല, പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ താളൊന്ന് കറക്റ്റായി വരണമെന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് കുറച്ച് പല പ്രാവശ്യമായിട്ട് പാടി നോക്കണം. സരി, അതിനാദ്യം ചെയ്യേണ്ടത് സരി 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 ഗമ ഇത്രയും എടുക്കാവുള്ളൂ. എന്നിട്ട് സരി 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 ഗമ ഇങ്ങനെ പാടി നോക്കണം. സരി 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 ഗമ സരി ഗ സരി ഗ സരി ഗമ, അത് വേറെ. അപ്പം ഈ രീതിയിൽ നിങ്ങൾ ഒന്നാമത്തെ പാടി നോക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ആണെങ്കിൽ എങ്ങനെ എടുക്കാം? സരി സരി ഗ സരി ഗ സരി, ഇതല്ലേ? സരി ഗ സരി ഗ സരി സരി ഗ മ പദ നി സരി ഗ സരി ഗ സരി സരി ഗ സരി ഗ സരി സരി ഗ മ പദ നി സാ നി ദ സാ നി ദ സാ നി പ മ ഗ രി സ. ഇതിനെ നമുക്ക് ഇങ്ങനെ അങ്ങ് മാറാം. സരി ഗ സരി ഗ സരി സരി ഗ മ പദ നി സാ നി ദ സാ നി ദ സാ നി ദ പ മ ഗ രി സ. ഇങ്ങനെ. അപ്പം ഇങ്ങനെ ഈ വരിശകൾ മൊത്തം നിങ്ങൾ 2-3 ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ വരും എങ്ങനെ നമുക്ക് ചെയ്യാം. പക്ഷേ ആദ്യ ശകലം വിഷമമാണ്. ആ വിഷമമൊന്നും സാരാക്കരുത്. നിങ്ങൾ പാടുന്നവരായിക്കോട്ടെ, ഇനി പാട്ട് പഠിക്കാത്തവരാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഗുണം ചെയ്യും. നമുക്ക് താളം ഇങ്ങനെ ഏത് സ്പീഡിൽ പാട്ട് പോയാലും നമുക്ക് ആ ഒരു കറക്റ്റ് ആ ലെവലിൽ തന്നെ നമുക്ക് താളം നമുക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. ചിലർ നമുക്ക് സ്പീഡിലങ്ങ് പാടുമ്പോൾ നമ്മൾ സ്പീഡിൽ താളം കെട്ടു പോകുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ടോ? അപ്പോൾ കാരണം അവർക്ക് ആ താളം അടിസ്ഥാനപരമായ താളം ബോധം ഇട്ട് ശീലമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഈ ഭാഗങ്ങളൊക്കെ അതാണ് നമ്മൾ ആ സരളീകരിച്ച നമ്മളെടുത്ത്, കാരണം നമ്മളത് സരളീകരിച്ച് നമ്മൾ സംഗീതം പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് അതാണല്ലോ. അതുകൊണ്ട് നമ്മൾ സരളീകരിച്ച് തന്നെ നമുക്കിങ്ങനെ ചെയ്യാം എന്നൊരു ഭാഗം പറയാൻ കാരണം. അപ്പോൾ നിങ്ങളിത് നന്നായിട്ടൊന്ന് ശ്രമിച്ച് നോക്കുക. ശ്രമിച്ചിട്ട് നിങ്ങൾ വിജയിക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പം പല ഐഡിയ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പല ഐഡിയാസ് നമുക്ക് സ്വരം പാടാനൊക്കെ കിട്ടും. അപ്പോൾ ഇനി ഇതുപോലെ പുതിയ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. അതുതന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.